1 ദിനവൃത്താന്തം 25-ാം അധ്യായം. ദാവീദും സേനാപതിമാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫിൻ്റെ, ഹേമാൻ്റെയും യദൂഥൂൻ്റെയും പുത്രന്മാരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. ഈ ശുശ്രൂഷയിൽ വേല ചെയ്തവരുടെ സംഖ്യയാവിത്. ആസാഫിൻ്റെ പുത്രന്മാരോ രാജാവിൻ്റെ കൽപ്പനയാൽ പ്രവചിച്ച ആസാഫിൻ്റെ കീഴിൽ. ആസാഫിൻ്റെ പുത്രന്മാരെ സക്കൂർ, യോസഫ്, നെഥന്യാവ്, അശരേല. യദൂഥൂന്യരോ യഹോവയെ വാഴ്ത്തി സ്തുതിക്കുന്നതിൽ കിന്നരം കൊണ്ട് പ്രവചിച്ച തങ്ങളുടെ പിതാവായ യദൂഥൂൻ്റെ കീഴിൽ ഗെദല്യാവ്, സെരി, യെശയ്യാവ്, ഹശബ്യാവ്, മദിത്യാവ് എന്നിങ്ങനെ യദൂഥൂൻ്റെ പുത്രന്മാർ 6 പേർ. ഹേമാന്യരോ ബുക്കിയാവ്, മത്തന്യാവ്, ഉസ്തിയേൽ, ഷെബുവേൽ, എരിമോത്ത്, ഹനന്യാവ്, ഹനാനി, എലിയാദ, ഗിദൽദി, രോമംദി, ഏസർ, യൊഷ്ബെക്കാശ, മല്ലോദി, ഹോദീർ, മഹസിയേത്ത് എന്നിവർ ഹേമാൻ്റെ പുത്രന്മാർ. ഇവർ എല്ലാവരും ദൈവത്തിൻ്റെ വചനങ്ങളിൽ രാജാവിൻ്റെ ദർശകനായ ഹേമാൻ്റെ പുത്രന്മാർ. അവൻ്റെ കൊമ്പ് ഉയർത്തേണ്ടതിന് ദൈവം ഹേമാന് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും കൊടുത്തിരുന്നു. ഇവർ എല്ലാവരും ദൈവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് കൈത്താളങ്ങളാലും വീണകളാലും കിന്നരങ്ങളാലും യഹോവയുടെ ആലയത്തിൽ സംഗീതത്തിനായി തങ്ങളുടെ അപ്പൻ്റെ കീഴിലും ആസാഫും യദൂഥൂനും ഹേമാനും നേരെ രാജാവിൻ്റെ കൽപ്പനയ്ക്ക് കീഴിലുമായിരുന്നു. യഹോവയ്ക്ക് സംഗീതം ചെയ്യുവാൻ അഭ്യാസം പ്രാപിച്ച നിപുണന്മാരായവരുടെ സകല സഹോദരന്മാരുമായി അവരുടെ സംഖ്യ 288. തങ്ങളുടെ ഉദ്യോഗക്രമം നിശ്ചയിക്കേണ്ടതിന് അവർ ചെറിയവനും വലിയവനും ഗുരുവും ശിഷ്യനും ഒരുപോലെ ചീട്ടിട്ടു. 1-ാമത്തെ ചീട്ട് ആസാഫിനു വേണ്ടി യോസഫിന് വന്നു. 2-ാമത്തേത് ഗദല്യാവിന് വന്നു. അവനും സഹോദരന്മാരും അവൻ്റെ പുത്രന്മാരും കൂടി 12 പേർ. 3-ാമത്തേത് സക്കൂരിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 4-ാമത്തേത് ഇസ്രിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 5-ാമത്തേത് കെദന്യാവിന് വന്നു. അവന് പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 6-ാമത്തേത് ബുക്കിയാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 7-ാമത്തേത് യശരേലയ്ക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 8-ാമത്തേത് യെശയ്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 9-ാമത്തേത് മത്തഥ്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 10-ാമത്തേത് ഷിമേയിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 11-ാമത്തേത് അസരേലിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 12-ാമത്തേത് ഹശബ്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 13-ാമത്തേത് ശുബായേലിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 14-ാമത്തേത് മദിത്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 15-ാമത്തേത് യെശിമോത്തിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 16-ാമത്തേത് ഹനന്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 17-ാമത്തേത് യൊഷ്ബെക്കാശയ്ക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 18-ാമത്തേത് ഹനാനിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 19-ാമത്തേത് മല്ലോദിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 20-ാമത്തേത് ഏലിയാദയ്ക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 21-ാമത്തേത് ഹോദീരിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 22-ാമത്തേത് ഗിദ്ദൽദിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 23-ാമത്തേത് മഹസിയോത്തിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 24-ാമത്തേത് രോമംതി ഏസറിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ.